ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ജിഞ്ചർ കൂട്ടാനെ നോക്കിപ്പോയി. പക്ഷേ അവനെ അവിടെ എങ്ങും കാണാനില്ല. ആ വീട്ടുകാരുടെ അടുത്തൊക്കെ പോയി അന്വേഷിച്ചപ്പം പറഞ്ഞു പിന്നെ അവനെ കണ്ടിട്ട് ഒരു 10 ദിവസം വരുമെന്ന്. അപ്പോൾ അവൻ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. ഞാനവിടെയെല്ലാം ചുറ്റി നടന്ന് നോക്കി. ഇനി അറിയാൻ പറ്റത്തില്ല, ഇനി വേറെ എവിടെയെങ്കിലും അവിടെ നിന്ന് മാറിപ്പോയോ എന്നറിയില്ല. അവിടെ ഒരു വീട്ടിൽ കുറേ പൂച്ചകളുണ്ട് കേട്ടോ, ഒരു നേപ്പാളി പൂച്ച വളർത്തുന്നത്. അവരെങ്ങും എടുക്കത്തില്ല, അതുകൊണ്ടാണ് ഞാനന്ന് ഇവനെ അങ്ങോട്ട് കൊടുക്കാത്തത്. അവരെ താഴത്തെ ക്വാർട്ടേഴ്സാണ്. അപ്പോൾ പൂച്ചകൾ വെളിയിൽ പോവും. അവരെ കട്ടിലൊക്കെയാണ് കിടന്ന് ഉറങ്ങുന്നത്. കൂടുകളൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ ഉറങ്ങത്തില്ല. അപ്പോൾ അവർ പ്രത്യേകം അതിന് മെത്തയൊക്കെ വെച്ചിട്ടുണ്ട്, അതിലാണ് അതിനെ ഉറക്കുന്നതെന്ന് പറഞ്ഞ്. അവിടെയെങ്ങും അവർ കയറ്റത്തില്ല ഈ പൊണ്ണത്തടിയനെ. എനിക്ക് തോന്നുന്നു ക്യാമ്പിനകത്ത് ഒരുപാട് പൂച്ചകളുണ്ട്. ഇനി അവൻ വേറെ എവിടെയെങ്കിലും പോയോ എന്നറിയില്ല. എനിക്ക് ഭയങ്കരപ്പെട്ട ഒരു അലസത പോലെ തോന്നുന്നു. ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. വേറെ എവിടെയെങ്കിലും പൂച്ചകളോ ഇവിടെ എങ്ങോട്ടെങ്കിലും പോയോ എന്നൊന്നും അറിയില്ല. എല്ലാ സ്ഥലങ്ങളിലും ബിൽഡിങ്ങുകളൊന്നുമില്ല, കാട് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജിഞ്ചർ കൂട്ടനെ നോക്കി പോയപ്പം അവിടെ കണ്ട കാഴ്ചകളൊക്കെ കുറച്ച് ഞാൻ വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ട്, നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി. എന്തുകൊണ്ടാവാം അവ അവിടെ ഉണ്ടായിരുന്നിട്ടും അവിടെ നിന്ന് മാറിപ്പോയതെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. പിന്നെ നിങ്ങളാരും എന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം വീട്ടിനകത്ത് വയ്ക്കാൻ പറ്റിയ ഒരു സാഹചര്യം തരുന്നില്ല, അതുകൊണ്ടാണ് കൊണ്ട് ആക്കിയത്. അവനെ ഇവിടെ വയ്ക്കാൻ പറ്റിയ ഒരു സാഹചര്യം തരുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വഴക്ക് പറയുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഉപദ്രവം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അവനെ കൊണ്ട് വിടേണ്ടി വന്നത്. പലരും പറഞ്ഞു എത്ര ഇത് സഹിച്ചാലും ഒരു പൂച്ച മൃഗസ്നേഹി ആണെങ്കിൽ കൊണ്ടുവിടാൻ പറ്റത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ പറയുന്നില്ല, പേഴ്സണലി ഇടുന്ന മെസ്സേജുകളൊന്നും ഞാൻ ഇതിൽ റിവീൽ ചെയ്യാറില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് വിഷമം തോന്നി. ഞാൻ പറഞ്ഞു വന്ന് എന്തോന്ന് ഉപദേശം മാത്രമെന്ന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ ഒന്നും എൻ്റെ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടേ ഇല്ല. അത് നമ്മളെ പേഴ്സണൽ ടോക്കുകളാണ്. ഞാൻ അതിനെ പിന്നീട് ന്യായീകരിക്കാനോ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനോ നിന്നില്ല. കാരണം അവരെക്കുറിച്ചൊന്നും ഞാൻ വീഡിയോയിലൊന്നും പ്രതിപാദിച്ചിട്ടില്ല. എന്നെ രൂക്ഷമായിട്ട് എന്നെ വേദനിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ വന്ന കമൻറ്റുകൾക്കൊക്കെ ചെറിയൊരു മറുപടി പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഒന്നും വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടില്ല. എൻ്റെ മനസ്സുകൊണ്ട് അറിഞ്ഞ കാര്യമല്ല. അത് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആക്കണം. എന്നുവെച്ചാൽ ജിഞ്ചറിനെ കൊണ്ടാക്കിയതിൽ എനിക്ക് വിഷമമുണ്ട്. അവനെ പോയി നോക്കിയിട്ട് 2-3 പ്രാവശ്യം ഞാൻ പോയി കാണാത്തതിൽ എനിക്ക് നല്ല വിഷമവും ടെൻഷനുമുണ്ട്. അപ്പോൾ അതിൻ്റെ തളർച്ച എൻ്റെ ശരീരത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും മറുപടി പറയാൻ പോയതല്ലാതെ ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. എനിക്ക് വിഷമമുണ്ട്. ഞാൻ പിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് വളർത്തി എൻ്റെ കൂടെ വയ്ക്കാൻ പിന്നെ വിചാരിച്ച ഒരു ജീവിയെ കൊണ്ട് വിടേണ്ടി വന്നുള്ള മാനസിക വിഷമം എനിക്കുണ്ട്. അപ്പോൾ പിന്നെ മറ്റുള്ളവർ വന്ന് വിമർശിക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്തായാലും വീഡിയോ കണ്ട് ലൈക്കോ കമൻറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അത്ര. ഞാനും ഈ ഒരു ഏരിയയിലാണ് ജിഞ്ചറിനെ കൊണ്ട് ആക്കിയത്. അന്ന് ഇവിടെ ഒരു കാറ് കിടപ്പുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ കാറെല്ലാം എടുത്ത് മാറ്റി. ഇതൊക്കെ മരങ്ങളെല്ലാം മുറിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ. ഇതതിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു അന്ന്, ഇത് അങ്ങോട്ട് നടന്നു പോവുകയായിരുന്നു ജിഞ്ചർ കൂട്ടാൻ. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയി നോക്കിയിട്ട് അവനെ എവിടെയെങ്കിലും കാണാനില്ല. അവൻ പോയിക്കോട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ അടിയും പിടിയും ബഹളവും ഒരു മനുഷ്യൻ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. പൂച്ച നാറണ്, അത് നാറണ്, ഇത് നാറണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തന്മാർ മനഃപൂർവ്വം അങ്ങ് തുടങ്ങിയാൽ
പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിടിച്ച് നിൽക്കാനേ. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കൂട്ടി വെച്ചിരിക്കുന്നില്ലേ, അതായത് ഇവിടെ ഈ ചുവരിൻ്റെ അടുത്ത് അവിടെയാണ് ഒരു കാറുണ്ടായിരുന്നത്. അപ്പോൾ അതിനിടയിൽ വന്ന് ഒളിച്ചിരിക്കാനും മറ്റുമൊക്കെ സ്ഥലം കിട്ടും. ഇപ്പോൾ അത് ഇവിടെ ഒരു നായ പെറ്റ് കിടക്കുകയാണ് കേട്ടോ. ഒരു പട്ടി ഇവിടെ പെറ്റ് കിടപ്പുണ്ട്. കുറേ കുഞ്ഞുങ്ങളുണ്ട്. അത് ജിഞ്ചർ പോയ ബാക്ക് സൈഡിൽ 1-2 കിടപ്പുണ്ട്. ഇതിപ്പോൾ അല്ലാതെ ഇവനെ കൂടാന്ന് അതൊക്കെ ഇനി ബാക്കി മുന്നേ കാണാം നിങ്ങൾക്ക്. അവൾ കൊഞ്ചിക്കുകയാണ് അതിനെ. നിങ്ങളാരും എന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ കടന്നു പോണ ജീവിത സാഹചര്യം എങ്ങനെയെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചിലരൊക്കെ വിമർശിക്കുന്നത്. എത്ര പറഞ്ഞാലും ചിലർക്കെന്ന് പറഞ്ഞാൽ പിന്നെ മൃഗസ്നേഹം മാത്രമേ ഉള്ളൂ, മനുഷ്യസ്നേഹമില്ല. അതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന വർത്തമാനം പറയുന്നതും കമൻസുകളൊക്കെ അർത്ഥം അതാണ്. എന്നെ കുരച്ചു അടിക്കാൻ നോക്കുകയാണ് 2 സുന്ദരന്മാരെല്ലാം കൂടെ. എനിക്ക് പൂച്ചയെ ഇഷ്ടമുണ്ട്, ഡോഗ്സിനെയൊക്കെ ഇഷ്ടമുണ്ട്, എല്ലാവരെയും ഇഷ്ടമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ഗതികേട് കൊണ്ട് വിട്ടുപോയി.